Hello everyone, welcome back to Xylem Learning. It's me Akshay and today ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടു എന്താ ഡയഗ്രാംസിനെ ഭയപ്പെടേണ്ടതില്ല. നോ മോർ ഫിയർ ഫോർ ഡയഗ്രാംസ്. നമുക്കറിയാം ബയോളജിയിൽ ഡയഗ്രാംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ബയോളജി എന്ന് പറയുന്ന വിഷയം തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഡയഗ്രാംസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും. സോ ഡയഗ്രാംസ് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാധനം ഡയഗ്രാംസിൽ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഭയപ്പെടേണ്ടതില്ല. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകും. എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡയഗ്രാംസ് വരക്കുമ്പോഴും അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യം പറഞ്ഞു തരാനും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുമാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഒട്ടും സമയം നമുക്ക് കളയാനില്ല. തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം ഗ്യാരണ്ടി തരികയാണ്. ഓക്കെ, റെഡി, തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ നോക്കിക്കേ. എന്താ പറയുന്നത് നോക്കിയേ. ഒരിക്കലും ഡയഗ്രാംസ് വരക്കുന്ന സമയത്ത് ഡ്രോയിങ്ങിന് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? പെന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഡയഗ്രാംസ് വരക്കാൻ പെന്ന് നമ്മൾ ഉപയോഗിക്കരുത്. പകരം എന്ത് ഉപയോഗിക്കാം? നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താ? പെൻസിൽ അല്ലെ? പെൻസിൽ ഉപയോഗിക്കാം കേട്ടോ. ഡയഗ്രാംസ് വരക്കാൻ യു ഷുഡ് യൂസ് വാട്ട്? യു ഷുഡ് യൂസ് പെൻസിൽ. പെൻസിലോട് ഇങ്ങനെ ഡയഗ്രാം വരക്കുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും? തെറ്റിപ്പോ. സോ ഇറൈസർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പെൻസിൽ എപ്പോഴും ഷാർപ്പായിരിക്കോ? ഇല്ല, ചില സമയത്ത് ബ്ലണ്ട് ആയിപ്പോ. അപ്പൊ ആ സമയത്ത് ഷാർപ്പൺ ചെയ്യണം. സോ യു ഷുഡ് ടേക്ക് ഷാർപ്പണർ ഓൾസോ വിത്ത് യു. സോ ഷാർപ്പനറും എറൈസറും പെൻസിലും വെരി ഇമ്പോർട്ടന്റ്. സ്കെയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ശരിക്കും ഡയഗ്രാം വരക്കുമ്പോൾ കൈയോട് വരക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ ഇമ്പ്രൂവ് ആവും. എന്നാലും നിങ്ങൾ സ്കെയിൽ എടുത്താലും കുഴപ്പമില്ല. റെഡിയാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സോ യൂസ് പെൻസിൽ, ഇറൈസർ, ഷാർപ്പനർ എക്സെട്ര ഫോർ ഡ്രോയിങ്. നെവർ യൂസ് പെൻ. ഓക്കെ, റെഡി? യെസ്. യൂസ് അറ്റ്ലീസ്റ്റ് 3/4 ഓഫ് ദ പേജ് ഫോർ ഡ്രോയിങ്. അതായത് നമ്മളൊരു പേജ് നമ്മളിപ്പോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്റെ പൊന്നു മക്കളെ നോക്കിക്കോളൂ. സി സപ്പോസ് ദിസ് ഈസ് ദ എക്സാമിനേഷൻ ഷീറ്റ്. ഓക്കെ, ആൻസർ ഷീറ്റ്. ഓക്കെ, റെഡി? സോ നിങ്ങൾ ഇതിൽ പരീക്ഷ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓ ചിലബിള. ഓക്കെ, you are writing the exam. Okay, the next question, 7th question is to draw a diagram. Okay, so you find 1/4 of the page only is left here, correct? കണ്ടു നിങ്ങൾ? വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ what you need to do? You should take another fresh page and draw the image. Ready? And it should be like 3/4 of the page you should take. Okay, മുക്കാഭാഗം, പേജിന്റെ മുക്കാഭാഗവും ആ വലിയ ഫിഗർ ഒക്കെ ആണെങ്കിൽ മുക്കാഭാഗം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചെറുതാണെങ്കിൽ അര പേജ് മതി. ഓക്കെ, മനസ്സിലായ? ഒരിക്കലും 1/4 പേജിൽ നിങ്ങൾ ഒതുക്കരുത്. കുറഞ്ഞ പക്ഷം ഒരു 1/4 ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, മനസ്സിലായോ? യൂസ് അറ്റ്ലീസ്റ്റ് 3/4 of the page for drawing. Correct? Got it? Yes. Next is very important thing. When you are drawing a diagram, the diagram should be on your left side of the paper. Labeling should be done on the right side. So this is the figure of a digestive system. ഇത് ഞാൻ വരച്ചാന്ന് വിചാരിക്കുക നിങ്ങൾ. സോ ഡയഗ്രാം എവിടെ ആയിരിക്കണം? ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ലേബലിംഗ്. സോ ഐ എം ട്രൈങ് ടു ലേബൽ ദിസ് ഇമേജ്. ഓക്കെ, ദിസ് റീജൻ is mouth. This is ഈ ഭാഗം നമ്മുടെ ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് ആണ്. എല്ലാം വരക്കുന്നില്ല, കുറച്ച് മാത്രം ഇപ്പൊ തൽക്കാലം നമുക്ക് വരക്കാം. This is our liver. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഡയഗ്രാം ഞാൻ വരച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ലേബല് ചെയ്തിരിക്കുന്നത് എവിടെയാ? റൈറ്റ് സൈഡിലാണ്. പേപ്പറിന്റെ റൈറ്റ് സൈഡ്. ഇത് ഫോളോ ചെയ്താൽ പേപ്പർ കാണാൻ നല്ല നീറ്റ് ആയിരിക്കും, നല്ല പ്രസന്റേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് ശ്രദ്ധിക്കാൻ നോക്കട്ടെ. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. ഇനി
വാട്ട് ഈസ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ? നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ലേബിൾഡ് ഡയഗ്രാം തരും, അല്ലെങ്കിൽ അൺലേബിൾഡ് ഇമേജ് ആയിരിക്കും തരുന്നുണ്ടാവാം. എന്നിട്ട് ആ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉപചോദ്യങ്ങളായി സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവും. സോ ഇറ്റ് ഹാസ് ലേബിൾഡ്, അൺലേബിൾഡ് ഇമേജ്, പ്ലസ് യു വിൽ ബി ഗെറ്റിംഗ് സം ക്വസ്റ്റ്യൻസ് പെർട്ടൈനിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ്. ആ ഇമേജുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ. വെരി ഈസി. വൈ ടു അറ്റംപ്റ്റ് എ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ? എന്തിന് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് വെരി ഈസി ടു സ്കോർ. വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ഡയഗ്രാം തന്നു, അതിൽ ഇത് ഏത് പാർട്ട് എ, ഇത് ഏത് പാർട്ട് ബി, ഈ എയും ബിയും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എസ്സേയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ഈസി ആയിട്ട് ഒരു 1 വേർഡിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. Then consist of related questions only. See, ഒരു ഡയഗ്രാം തന്നു, ആ ഡയഗ്രത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടെങ്കിൽ, നല്ല ഐഡിയ ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ ഒന്നും വരില്ല. അപ്പൊ ഹാർട്ടിന്റെ ചിത്രം കൊടുത്തിട്ട് അവിടെ കിഡ്നിയെ കുറിച്ച് ചോദിക്കില്ല. ഹാർട്ടിന്റെ ചിത്രം കൊടുത്ത് ഹാർട്ടുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു സ്കോർ. അത്രേ ഉള്ളൂ. ഡസ് നോട്ട് ടേക്ക് മച്ച് ടൈം. അതിനുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അധികം സമയമൊന്നും എടുക്കില്ല. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചുരുങ്ങിയ സമയത്ത്, വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമില് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ബ്ലെസ്സിങ്. ഓക്കെ, അടുത്തത് ജനറൽ ഗൈഡ് ലൈൻ, വാട്ട് ടു ഡു. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. എപ്പോഴും അത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നല്ല, ഏത് ക്വസ്റ്റ്യൻ ആയാലും ധൃതിയില്ലാതെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചാടി കയറി എന്ത് ചെയ്യും? കൃത്യമായി വായിക്കാതെ ചടപടേന്ന് എഴുതാൻ തുടങ്ങും. മിസ്സായി പോവും, ചിലപ്പോൾ തെറ്റിപ്പോവും. മനസ്സിലായ? സോ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. നന്നായിട്ട് വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ഇട്ട ആൾ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നമ്മൾ അറിയണം. സോ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. മാർക്ക് ദ കീവേഡ്സ്. ജനറൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോ കീവേഡ്സ് ഉണ്ടാവില്ല. ആ കീവേഡ്സ് എന്ത് ചെയ്യാ? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സോൾവ് ഓർ മാർക്ക് ദ ലേബലിംഗ് ഇൻ ദ ഗിവൺ ഓർഡർ. തന്നിരിക്കുന്ന ഓർഡറിൽ ഇപ്പോ ഒരു ഡയഗ്രത്തിൽ ചിലപ്പോ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. 1, 2, 3, 4, 5 എന്നുള്ള ഓർഡർ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സോൾവ് ദ ക്വസ്റ്റ്യൻസ് അപ്പാർട്സ് ബേസ്ഡ് ഓൺ ദി മാർക്സ് ഗിവൺ. This is very important. Just to observe the mark. Write according to the mark. Okay. Rules for labeling diagram. Okay. Check for the arrows pointing to the respective subpart. അപ്പോൾ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. തൊട്ടടുത്ത ഭാഗങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈസി ആയിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റണം. അടുത്തത്, ഡു നോട്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ റിലേറ്റഡ് സബ്പാർട്ട്. കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാവരുത്. ഡു നോട്ട് കൺഫ്യൂസ് ദ ലേബലിംഗ് ഓഫ് 3D ഡയഗ്രാം ഗിവൺ ഇൻ ദ ബുക്ക് ടു ദ 2D ഡയഗ്രാം. 3D ഡയഗ്രാമും 2D ഡയഗ്രാമും എന്ത് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സോ എപ്പോഴും നല്ലൊരു ഇമാജിനേഷൻ, ഒരു ഡയഗ്രാം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഇമേജ് കൊണ്ടുവന്നാൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇത്തരമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ലേബൽ ദ പാർട്ട് 1 to 9. 3 മാർക്സ് ഞാൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം. 1 to 9 ലേബൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 1 to 9 3 മാർക്ക് ക്വസ്റ്റ്യനാ. 1 മൗത്ത് ആണെന്ന് അറിയാം. ഓക്കെ, 2 ഈസോഫാഗസ് ആണ്, 3 സ്റ്റൊമക് ആണ്, 4 സ്മോൾ ഇൻറ്റസ്റ്റൈൻ, 5 ലാർജ് ഇൻറ്റസ്റ്റൈൻ, 6 is anus, 7 is rectum, 8 is pancreas, 9 is liver. ഇത് വളരെ കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ you will get 3 marks. മനസ്സിലായോ? ഇത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? Write the function of part 2. പാർട്ട് 2 ഏതാ? ഈസോഫാഗസ്. അപ്പൊ ഈസോഫാഗസിന്റെ ഫംഗ്ഷൻ ഏതാ? ഇറ്റ് ബ്രിങ്സ് ദ ഫുഡ് ടു ദി സ്റ്റൊമക് ഫോർ ഫർദർ ഡൈജഷൻ. അല്ലെ, നമ്മുടെ മൗത്തിനകത്ത് കുറച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തു, പാർഷ്യൽ ഡൈജഷൻ ആണ്. അതിനുശേഷം ഇത് സ്റ്റൊമക്കിലേക്ക് വരും ഈ ഫുഡ്. ഈസോഫാഗസിലൂടെയാ. ഈസോഫാഗസില് നമുക്ക് സ്പെഷ്യൽ കൈൻഡ് ഓഫ് മസ്കുലർ മൂവ്മെന്റ് ഉണ്ട്, നമുക്കറിയാം, പെരിസ്റ്റാൾസിസ്. ആ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഈ ബോളസ് അല്ലെ ഭക്ഷണം ചെയ്യുന്നത് സ്റ്റൊമക്കിലേക്ക് വരുന്നത്. അതാണ് അവിടെ ആൻസർ ചെയ്തതിന്റെ 1 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക അത് എഴുതി കഴിഞ്ഞാൽ. അടുത്ത ചോദ്യം എന്തായിരുന്നു? സ്റ്റേറ്റ് ദ സെക്രീഷൻ ദാറ്റ് ഒക്കർ ഇൻ 8 and 9.
8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് pancreas. Pancreas produce pancreatic juice. Pancreatic juiceൽ enzymes ഉണ്ട്. Trypsin, amylase, lipase. Trypsin പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആണ്, പ്രോട്ടീനെ പെപ്റ്റോൺസ് ആക്കും. ലിപ്പേസ് ഫാറ്റ് ഡൈജസ്റ്റിംഗ് ആണ്, ഫാറ്റിനെ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആക്കും. അമൈലേസ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് ആണ്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കും. സി വെരി ഈസിലി യു ഗോട്ട് ദ മാർക്ക്. ആൻഡ് വൺ മോർ തിങ്, നയൻ എന്താ? ലിവർ the largest gland. It's producing bile juice. Bile juice is the only one digestive juice with no enzyme. Enzyme ഇല്ലാത്ത digestive juice ബൈല. ബൈല് എന്ത് ചെയ്യാ? ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ്, ചെറിയ ടൈനി ഡ്രോപ്ലെറ്റ്, ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ 3 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് കിട്ടും? ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ 3 മാർക്ക്, then 1 mark, then 1 mark, 3, 4, 5 marks. Within a short duration you got 5 mark. അപ്പോ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത് ജസ്റ്റ് സാമ്പിൾ സാറ് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ ഡയഗ്രാംസ് എങ്ങനെ വരക്കണം, അല്ലെങ്കിൽ ഡയഗ്രാംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ സാറ് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഒരുപാട് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.